എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ സാസുക ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. നീ എന്താടാ പറയണേ? ഹിറ്റാച്ചി അവൻ ലീഫ് വില്ലേജിന്റെ സ്പൈ ആയിരുന്നെന്നോ? ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. നീ കള്ളം പറയാണ്. അതിന് മാധുര പറയും, നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ എന്ന് വളരെ കുഞ്ഞായിരുന്നു. ഉച്ചിഹ ക്ലാനിന്റെ അന്നത്തെ സൂത്രധാരൻ അത് മറ്റാരുമല്ല, നിന്റെ പപ്പയായിരുന്നു. അത് കേട്ട് സാസുക ഞെട്ടും. മാധുര പറയും, നിന്റെ പപ്പ ഹിറ്റാച്ചിയെ അൻബു ബ്ലാക്ക് ഓപ്സില് ഒരു സ്പൈ ആയിട്ട് ഉപയോഗിച്ചു. അങ്ങനെ രണ്ടുപേരും ഹിറ്റാച്ചിയെ മാത്രം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴായിരിക്കും സാസുകയ്ക്ക് പണ്ട് അവന്റെ പപ്പ പറഞ്ഞ കാര്യങ്ങള് അത് ഓർമ്മ വരിക. പപ്പ എപ്പോഴും ഹിറ്റാച്ചിയോട് അൻബു ബ്ലാക്ക് ഓപ്സിന്റെ കൂടെ തന്നെ ഇരിക്കാനായിട്ട് നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ഒരുപക്ഷെ അവരുടെ രഹസ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം പപ്പ അവനെ അതിനുവേണ്ടി നിർബന്ധിച്ചു കൊണ്ടേയിരുന്നത്. അതിന് സാസുക ചോദിക്കും, ഹിറ്റാച്ചി എന്തിനാ ഉച്ചിഹ ക്ലാനിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നേ? അതിന് മാധുര, അതിനൊരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞാ നിനക്കിപ്പോ മനസ്സിലാവില്ല. തേർഡ് ഗ്രേറ്റ് നിഞ്ച അവാർഡ് അതവൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് അവന് വെറും 4 വയസ്സാണ്. അന്നു മുതൽ അവൻ ഗ്രാമത്തിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ലീഫ് വില്ലേജിലെ ആളുകള് അവസാനമായിട്ട് അവനൊരു ടോപ്പ് മിഷൻ കൊടുത്തു. അത് മറ്റൊന്നുമല്ല, ഉച്ചിഹ ക്ലാൻ അത് മുച്ചോട് നശിപ്പിക്കണം. ഹിറ്റാച്ചിക്ക് വേറെ വഴിയില്ലായിരുന്നു. 2 വലിയ ഗ്രാമങ്ങള് അവര് തമ്മിലടിച്ച് ഒരുപാട് മരണങ്ങൾ അതൊഴിവാക്കാനാണ് അവൻ അവന്റെ മനസ്സ് കല്ലാക്കി ഉച്ചിഹ ക്ലാൻ അത് മുച്ചോട് മുടിച്ചത്. ആക്ച്വലി ഹിറ്റാച്ചി അവൻ മറ്റുള്ളവർക്ക് വേണ്ടി അവനെ തന്നെ സാക്രിഫൈസ് ചെയ്തു. ഇങ്ങനെ ഒരു ചേട്ടന്റെ അനുജനായി ജനിച്ചതില് നീ ഒരുപാട് അഭിമാനിക്കണം. ഹിറ്റാച്ചിയുടെ അതേ അവസ്ഥയില് നീ ആയിരുന്നുവെങ്കില് നീ എന്ത് ചെയ്യുമെന്ന് ഇപ്പൊ മാധുര ചോദിക്കും. അത് കേട്ട് സാസുക അവനൊന്നും മിണ്ടാതെ ഇപ്പൊ തല താഴ്ത്തിയിരിക്കും. മാധുര അവൻ വീണ്ടും പറയും, അതേ സമയത്ത് ഞാൻ വീണ്ടും ഗ്രാമത്തിലേക്ക് തിരികെ എത്തി. എനിക്ക് ഷെൻജു ക്ലാനിനോട് ആ സമയത്ത് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം അത് ഹിറ്റാച്ചി എങ്ങനെയോ കണ്ടുപിടിച്ച് അവൻ എന്നെ നേരിട്ട് കാണാനായി എന്റെ തൊട്ടടുത്ത് വന്നു. സാസുക എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവന്റെ ടീമില് എന്നെ ഒരു മെമ്പറാക്കി മാറ്റി. ഞാനും അതിന് സമ്മതിച്ച് അവന്റെ കൂടെ തന്നെ ഇത്രയും കാലവും നിന്നു. കാരണം എനിക്കും ഉച്ചിഹ ക്ലാനിനോട് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു. ഉച്ചിഹ ക്ലാനിന് വേണ്ടിയാണ് ഞാൻ എന്റെ ജീവിതവും എന്റെ അനിയന്റെ ജീവനും എല്ലാം കൊടുത്തത്. പക്ഷെ അവസാനം അവരെന്നെ തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം ഹിറ്റാച്ചിക്ക് ആ ഒരു മിഷൻ അത് പൂർത്തിയാക്കേണ്ട സമയം വന്നു. അവന്റെ കൂടെ തന്നെ ഞാനും അവനെ സഹായിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഉച്ചിഹ ക്ലാൻ തന്നെ ഇല്ലാതാക്കാൻ തുടങ്ങിയത്. അതിനു മുൻപായിട്ട് ഹിറ്റാച്ചി ഒരേ ഒരു ഡിമാൻഡ് ലീഫ് വില്ലേജുകാരുടെ മുൻപിൽ വെച്ചു. അത് മറ്റൊന്നും ആയിരുന്നില്ല, എന്റെ ബ്രദറിനെ, അവനെ മാത്രം ഞാൻ കൊല്ലില്ല. അവനെ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായ നിങ്ങളുടെ ടോപ്പ് സീക്രട്ട് അത് കംപ്ലീറ്റ് ഞാൻ ലീക്ക് ചെയ്യും. സത്യം പറഞ്ഞ ഹിറ്റാച്ചിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. തുടക്കം മുതലേ അവൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. ഇതാണ് ഹിറ്റാച്ചിയുടെ നീ അറിയാത്ത കഥ. അത് കേട്ട് ഇപ്പൊ സാസുക ഷോക്കാവും. അവൻ ഒരുപാട് വിഷമായിട്ട് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അപ്പൊ ഹിറ്റാച്ചി അവൻ സാസുകയെ നോക്കി പറയും, എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. ഞാൻ ഇത്രയും കാലവും ഒരു നല്ല ബ്രദറായിട്ട് നിന്റെ അടുത്ത് അഭിനയിക്കുകയായിരുന്നു. നീ എന്നെ ഇന്നു മുതൽ വെറുക്കണം. എന്നെ കൊല്ലാനായിട്ട് ഒരിക്കൽ നീ മടങ്ങി വരണം. നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. കട്ട് ചെയ്ത മാധുര പറയും, ഹിറ്റാച്ചി അറിഞ്ഞുകൊണ്ടാണ് നിന്റെ വെറുപ്പ് സമ്പാദിച്ചത്. അവനോടുള്ള റിവെഞ്ചില് നീ നിന്നെ തന്നെ കൂടുതൽ സ്ട്രെങ്ത് ആക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് അവൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഹിറ്റാച്ചി വർഷങ്ങൾക്ക് മുൻപേ നിന്റെ ഫുൾ സേഫ്റ്റിക്ക് വേണ്ടി തേർഡ് ഹൊക്കാഗയുടെ മുൻപില് ഒരു ഓർഡർ പോലും കൊടുത്തിരുന്നു. അവസാനമായിട്ട് അവൻ മരിക്കും മുൻപ് നിനക്ക് അവന്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് പവർ പോലും തന്നതിന് ശേഷമാണ് അവൻ സ്വയമേ അവന്റെ മരണം വരുത്തി വെച്ചത്. അതിന് സാസുക ടെൻഷനായിട്ട്, ഇല്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം ഹിറ്റാച്ചി അവൻ എത്രയോ തവണ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിനക്കതൊന്നും അറിയില്ല. അതിനവൻ പറയും, ഹിറ്റാച്ചിക്ക് നിന്നെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം അവനത് പുഷ്പം പോലെ ചെയ്തേനെ. പക്ഷെ ഓരോ തവണയും ഹിറ്റാച്ചിയോടുള്ള വെറുപ്പ് അത് കൂട്ടാനാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. ഇല്ല, ഒരിക്കലുമില്ല. അവസാന സമയത്ത് പോലും അവൻ അവന്റെ മങ്കിക്ക് ശരീരം കണ്ണെടുത്ത് ബ്ലാക്ക് ഫയർ ഉപയോഗിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അതൊന്നും എന്നെ കൊണ്ട് മറക്കാൻ കഴിയില്ല എന്ന് ഇപ്പൊ സാസുക പറയും. അതിന് മാധുര, അവന് നിർബന്ധമായിരുന്നു നിന്റെ എബിലിറ്റി അത് വളരെ സ്ട്രോങ് ആക്കണമെന്ന്. അതുകൊണ്ടാണ് നല്ലൊരു മൽപ്പിടുത്തത്തിലൂടെ അവനത് പൂർത്തീകരിച്ചാണ് സ്വയം മരണം വരുത്തി വെച്ചത്. ഹിറ്റാച്ചി ആക്ച്വലി ഒറോച്ചിമാറുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തി. അവൻ നിന്നിൽ നിന്ന് ആ ഒരു കേഴ്സ് മാർക്കിന്റെ പവർ അത് അബ്സോർബ് ചെയ്തെടുത്ത് നിന്നെ സ്വതന്ത്രനാക്കി മാറ്റിയ കാര്യം നീ അറിഞ്ഞില്ലേ? മാത്രമല്ല, ഫൈറ്റിന്റെ തുടക്കത്തില് അവൻ നിന്റെ കണ്ണെടുക്കാൻ വന്നതല്ല, മറിച്ച് നിനക്ക്
ആ ഒരു മങ്കിക്കു ശരീരം കണ്ണ് അത് സെറ്റ് ചെയ്തു തരാൻ നിന്റെ അടുത്തേക്ക് വന്നതാണ്. അതും നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിന് സാസുക ഒരിക്കലുമില്ല, നീ പറയുന്നത് അത് മുഴുവൻ നുണയാണ്. നീ ആരാണെന്നും എന്താണെന്നും ഓൾറെഡി ഹിറ്റാച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. 16 വർഷങ്ങൾക്ക് മുൻപ് നീയല്ലേ ആ 9 ടൈലിനെ ഉപയോഗിച്ച് ലീഫ് വില്ലേജിനെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ ഒരു ലൂസറാണ് നമ്മുടെ ക്ലാനിൽ ജീവിക്കാൻ ഒട്ടും അർഹതയില്ലാത്തവനാണെന്ന് കൂടെ ഹിറ്റാച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 9 ടൈൽ ഫോക്സിനെ 4th ഹൊക്കാഗെയാണ് പിന്നീട് കൺട്രോൾ ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഉച്ചിഹ ക്ലാൻ അത് നശിപ്പിച്ചത്. ലീഫ് വില്ലേജിനെ നശിപ്പിക്കാനായിട്ട് നീ ആ 9 ടൈലിനെ ഇറക്കി വിട്ടു. പക്ഷെ അത് നടന്നില്ല. ഇനി നീ കളവ് പറഞ്ഞ് കഷ്ടപ്പെടണ്ട. ഞാൻ ഒരിക്കലും നീ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, നിങ്ങളെല്ലാവരും അക്കാസ്കി ടീമിലെ മെമ്പേഴ്സാണ്. അതിന് മാധുര ദേഷ്യപ്പെട്ട് പറയും, നിന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം നീ ഒരു പൊട്ടനാണ്. പക്ഷെ ഒരു കാര്യം അത് നീ മനസ്സിലാക്കണം, അക്കാസ്കി ടീമിൽ പോലും ഹിറ്റാച്ചി ഒരു സ്പൈ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അവിടെ ലീഫ് വില്ലേജിനെതിരായിട്ട് എന്ത് നടന്നാലും അവനത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവൻ എപ്പോഴും ലീഫ് വില്ലേജിനെയും അവിടെ താമസിക്കുന്ന നിന്നെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിച്ചു കൊണ്ടേയിരുന്നത്. അതിന് സാസുക, നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇതൊന്നും തന്നെ ഞാൻ വിശ്വസിക്കില്ല. വീണ്ടും പറയുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കില്ല. അതിന് മാധുര അവൻ പറയും, ഇത് വിശ്വസിക്കാനായിട്ട് എനിക്ക് ഒരേ ഒരു തെളിവ് മാത്രമേ നിന്റെ മുൻപിലേക്ക് വെക്കാനുള്ളൂ. അത് വേറെ ഒന്നുമല്ല, നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് അവന്റെ സർവ്വ പവറും ഇപ്പൊ നിനക്ക് തന്നിരിക്കുകയാണ്. അവൻ അവന്റെ പാരന്റ്സിനെ കൊന്നു, ലവറിനെ കൊന്നു, ബെസ്റ്റ് ഫ്രണ്ടിനെ കൊന്നു. ഇതെല്ലാം തന്നെ അവൻ ചെയ്തത് ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. പക്ഷെ ഒരേ ഒരാളുടെ ജീവൻ മാത്രം അവൻ എടുത്തില്ല. അത് നീയാണ്, അവന്റെ അനിയൻ സാസുക. ഹിറ്റാച്ചി അവസാനമായിട്ട് ലീഫ് വില്ലേജുകാരോട് ആവശ്യപ്പെട്ടതും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമാണ്. അവനെ കഴിഞ്ഞും കൂടുതലായിട്ട്, ലീഫ് വില്ലേജിനെ കഴിഞ്ഞും കൂടുതലായിട്ട് നിന്നെയാണ് സ്നേഹിച്ചതെന്ന് പറഞ്ഞ് മാധുര ഇപ്പോ സാസുകയുടെ കെട്ടഴിക്കും. അത് കേട്ട് സാസുകയ്ക്ക് ഒരുപാട് വിഷമമായി അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ഹിഡൻ ലീഫ് വില്ലേജില് നീ വലിയൊരാളായി മാറണമെങ്കിൽ ഹിറ്റാച്ചിയെ അവനെ നീ തന്നെ കൊല്ലണം. അതുകൊണ്ടാണ് ഒരു ഡ്രാമ കളിച്ച് നിന്റെ കൈകൊണ്ട് തന്നെ അവൻ മരണപ്പെട്ടത്. ഹിറ്റാച്ചിക്ക് ഓൾറെഡി അവൻ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും മരിക്കുമെന്നറിയാമായിരുന്നു. കാരണം അവന്റെ ശരീരം കണ്ണിന്റെ പവർ അത് കുറഞ്ഞു. അവന്റെ ബോഡിയിൽ ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും അവൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല. സാസുക ആവട്ടെ ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അവൻ പുറത്തേക്ക് പോയി ഹിറ്റാച്ചിയെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ സാസുകയ്ക്ക് അവന്റെ ചെറുപ്പകാലത്ത് ഹിറ്റാച്ചി ചെയ്തു കൊടുത്ത ഓരോരോ കാര്യങ്ങളായിട്ട് അവൻ ആലോചിക്കാൻ തുടങ്ങും. ചെറുപ്പത്തില് അവര് സാറ്റ് കളിക്കുന്ന സമയത്ത് ഹിറ്റാച്ചി ആവട്ടെ അവൻ ഷാഡോ ക്ലൗൺ ജിപ്സ് ഉപയോഗിച്ച് അവിടുന്ന് ഡിസപ്പിയർ ആവും. അത് കണ്ട് സാസുക ഷോക്കായിട്ട് ഇപ്പൊ പപ്പയോട് പറയും, ചേട്ടൻ ഇപ്പോ ഷാഡോ ക്ലൗൺ ഒക്കെ ഉപയോഗിച്ച് ഡിസപ്പിയർ ആകാൻ കഴിയും. അത് കേൾക്കുമ്പോ അവരുടെ പപ്പയ്ക്കും ഒരുപാട് സന്തോഷമായിട്ട് ഇപ്പൊ ഹിറ്റാച്ചിയെ പ്രശംസിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ സാസുക ചോദിക്കും, ചേട്ടാ എനിക്കും കൂടെ ഈ ഒരു ക്ലൗൺ ജിപ്സു അത് പഠിപ്പിച്ചു തരുമോ? ഉറപ്പായിട്ടും പഠിപ്പിച്ചു തരാം. നെക്സ്റ്റ് ഡേ നിനക്ക് ഞാൻ ട്രെയിനിങ് തരാമെന്ന് പറയും. അത് കേൾക്കുമ്പോ ഇപ്പൊ കുഞ്ഞ് സാസുക അവൻ ഒരുപാട് ഹാപ്പി ആവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ സാസുക വീണ്ടും ഹിറ്റാച്ചിയോട് ഷുരീഗൻ ട്രെയിനിങ്, ആ ഒരു ട്രെയിനിങ് എങ്കിലും നീ എനിക്ക് തരുമെന്ന് ചോദിക്കുമ്പോ അതിന് ഹിറ്റാച്ചി അവന്റെ തലയിൽ തട്ടിയിട്ട് പറയും, ഞാനിപ്പോ ഭയങ്കര ബിസിയാണ്, നീ പപ്പയോട് പറ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ അവസാനമായിട്ട് സാസുകയെ കൊല്ലാൻ വന്ന സമയത്ത് പോലും അവനോട് സോറി പറഞ്ഞ് ഹിറ്റാച്ചി ആവട്ടെ സ്വയം സൂയിസൈഡ് ചെയ്തു. ഇപ്പൊ സാസുക അതൊക്കെ ഓർത്ത് അവൻ കരയാണ്. അവന്റെ ചുറ്റും ഇപ്പൊ അവന്റെ ടീം മെമ്പേഴ്സ് ഉണ്ട്. സാസുക പറയും, ഇനി മുതൽ നമ്മുടെ ഗ്രൂപ്പിന് ഒരേ ഒരു പേരേ ഉള്ളൂ, ടാക്ക. നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരേ ഒരു ലക്ഷ്യം അത് മറ്റൊന്നുമല്ല, ലീഫ് വില്ലേജ് അതെന്നേക്കുമായിട്ട് തകർത്ത് കളയുക എന്നതാണ്. അവനിപ്പോ ഒരുപാട് ദേഷ്യത്തില് അവന്റെ മങ്കിക്കു ശരീരം കണ്ണ് അതുപയോഗിച്ച് അങ്ങനെ തുറച്ചു നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനം